എന്നാണ്ട്? ഞാൻ നിന്നെ അന്വേഷിച്ച് എത്ര ദിവസം എന്താ നടക്കണത്? എന്താണ്? ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ കാര്യം എന്ന് പറ. ഞാനേ പുതിയൊരു സംരംഭം തുടങ്ങുന്നുണ്ട്. ഈ കാട്ടില്ല? കാട്ടിലല്ല, പുറത്താണ്. എന്താ സംരംഭം? അതായത് ഗുണമുള്ള കേസാണ് പറയുന്നേ. ഒരു മാസം 6000 രൂപ വെച്ച് അടച്ചിട്ടുണ്ടെങ്കിലേ 1 കോടി രൂപ മരണശേഷം കിട്ടും. മാസം 6000 രൂപ വെച്ച് അടച്ചിട്ടുണ്ടെങ്കിൽ 1 കോടി രൂപ മരണശേഷം കിട്ടുമെന്നാ? മരണശേഷം കിട്ടും. ആർക്ക് കിട്ടും? ഞാൻ നോമിനിക്ക് കിട്ടുമെന്ന്. ഡൊമിനിക്കിന് കിട്ടിയിട്ട് എനിക്ക് എന്താടാ ഗുണം? ഡൊമിനിക്കല്ല എടാ, നോമിനിക്ക് കിട്ടുമെന്ന്. നോമിനിക്ക്. ഇപ്പൊ അതായത് എന്റെ ഭാര്യക്ക് ആരാണോ നോമിനേറ്റ് വെക്കണത് അവർക്ക് കിട്ടും. അപ്പൊ ഞാൻ മാസം 6000 രൂപ വെച്ച് അടക്കണം. മാസം 6000 രൂപ വെച്ച് അടച്ചു കഴിഞ്ഞാൽ, കാരണം മനുഷ്യന്റെ അവസ്ഥയല്ല അറിയാലോ. ഈ പ്രകൃതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പരന്ന് നടക്കണല്ലേ. നമുക്ക് എപ്പോഴാണ് എന്താണ് ആപത്ത് തന്നെയെന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു പറഞ്ഞ ചേരാല്ല. അപ്പൊ ഞാൻ മരിച്ചു കഴിയുമ്പം ഞാൻ 6000 രൂപ വെച്ച് അടക്കാമെങ്കിൽ എന്റെ വീട്ടുകാർക്ക് 1 കോടി രൂപ കിട്ടും. അത് തന്നെ നല്ലൊരു സ്കീമാണ് ഞാൻ നോക്കിയിട്ട്. ഞാൻ വേറെ ഐഡിയ പറയട്ടെ നിന്നോട്. നീ 1 കോടി രൂപ എനിക്കിതാ, ഞാൻ 6000 രൂപ വെച്ച് കൃത്യമായിട്ട് അടയ്ക്കാം. അപ്പം നിനക്കും ജീവിക്കാം, ആ കാശ് കൊണ്ട് എനിക്കും ജീവിക്കാം, എൻ്റെ കടങ്ങളൊക്കെ വിട്ട് സുഖമായിട്ട് എനിക്കും ജീവിക്കാം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ജീവിച്ചിരിക്കുമ്പോഴല്ലേ എനിക്ക് എന്തെങ്കിലും ആസ്വദിക്കാൻ പറ്റുള്ളൂ, അല്ലെ ഞാൻ മരിച്ചിട്ട് എൻ്റെ ഭാര്യയ്ക്ക് കൊടുത്തിട്ട് എന്താണ് കാര്യം? ആ ഐഡിയ എങ്ങനെയുണ്ട്? കോള് വന്നിട്ടുണ്ട്. പറയടാ. ഹലോ, എന്താ ഏട്ടാ? എന്തിനാ വിളിച്ച? അവളോട് എന്താ കാര്യം? എന്താണ് കാര്യം പറ. നീ ഇപ്പൊ എന്തിനാ വന്നെന്തിനാണ് വിളിച്ചിട്ട്? വിളിച്ചിട്ട് അവളോട് എന്താണ് കാര്യം പറ. അയാൾക്ക് കുടിച്ചിട്ട് കിഡ്നിയുടെ ഇടയിൽ കയറിയിട്ട് അവക്കേ തിന്നിട്ടേ ലിവറിന്റെ ഇടയിൽ കയറിയിട്ടാ. രണ്ടും ഈ പിള്ളേരെ പോലെ തുടങ്ങല്ലേ. കാര്യം എന്താന്ന് വെച്ചാ പറ. കൂട്ടുകാരനല്ലേ? ആരാണ് ഈ ആശ? ആരാണ് ദീപ? ആരാണ് ഈ ഹൃദയ? എനിക്കറിയില്ല. അവക്ക് പ്രാന്താടാ. രാവിലെ മുതൽ തുടങ്ങിയാണ്. ആരാണ് ആശ, ആരാണ് ദീപ, ആരാണ് ഹൃദയ? കാര്യം പറ. ഈ പ്രദേശത്തെ ഏതെങ്കിലും പെണ്ണുങ്ങളുടെ പേര് ദീപ, ആശയും ഹൃദയ ഉണ്ടാ? ഇല്ല. നിന്റെ അറിവിലുണ്ടാ? പിന്നെ ഇവള് ഇത് മാത്രം ഉണ്ടാക്കണെന്താണ്? എന്നാ ഈ പ്രദേശത്തായിരിക്കത്തില്ല, ഇച്ചിരി അങ്ങോട്ട് ഇങ്ങോട്ട് മാറിയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഉണ്ടാക്കി ഇങ്ങോട്ട് വെക്കണേന്നില്ല. അതൊന്ന് തുടങ്ങിയാണ്. ഞാൻ പറയണേലാണ് കുറ്റ, കാണിക്കണേന് ഒരു കുഴപ്പവും ഇല്ല. നിങ്ങളുടെ പ്രശ്നം പറയുന്നത് നിനക്കറിയോ? ഇയാള് ഈ 2-3 പെണ്ണുങ്ങൾക്ക് കത്തെഴുതുകയായിരുന്നു, ഈ ഹൃദയക്കും ആശയ്ക്കും ദീപയ്ക്കും. എന്നെ കണ്ടപ്പോ ഞാൻ കാണാതിരിക്കാനായിട്ട് അത് കീറിപ്പറിച്ച് കാട്ടിലെറിഞ്ഞതാ. സത്യമാണത്. ഇവക്ക് തലക്ക് സുഖമില്ലാത്ത. എനിക്കാണ് തലയ്ക്ക് സുഖമില്ലാത്ത. കാണിക്കാൻ പറയാൻ പാടില്ല. എന്താണ് തെളിവുണ്ടാടിവല്ലോ? തെളിവുണ്ട്. എന്ത് തെളിവുണ്ട്? പറ, എടുക്ക്. എന്ത് തെളിവുണ്ടെങ്കിൽ തെളിവെടുക്ക്. തെളിവില്ലാഞ്ഞിട്ടാണ് കാണിച്ചിട്ട്. എടാ, ഓരോരോ ചെറിയ അഭ്യാസങ്ങളാണ്ടാ. ചേട്ടൻ വല്ല വൃത്തിയോടും കാണിച്ചിട്ടുണ്ടോ? ഞാൻ എന്ത് കാണിക്കാനാണ് ഈ പറഞ്ഞത്? ഇവക്ക് ഓരോ സംശയങ്ങൾ, അതുമേക്കുള്ള എണി വെക്കല്. നോക്കടാ, നോക്ക്, ഇയാളെ എഴുതിയതാണ്. ഹൃദയ, ഹൃദയ, ഇതെന്താ? ദീപ, ദീപ, ഇത് ആശ. ആശ. ഇവളുമാര് 3 പേരും ആരാണെന്നാണ് എനിക്കറിയേണ്ടത്. ആരാ? എടാ, എനിക്കറിയില്ല. ഇവള് ഓരോരോ സംശയങ്ങളായിട്ട് ഇങ്ങനെ വന്നിരിക്കുന്നു. ഉരുളല്ല. ഈ കാര്യത്തിൽ ഞാൻ ചേച്ചിയുടെ കൂടെയാണ്. നിങ്ങളുടെ സ്വഭാവം എനിക്കറിയാം. പണ്ടേ എനിക്ക് നിങ്ങളുടെ സ്വഭാവം അറിയാവുന്നതാണ്. പെണ്ണുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ വിടൂല, ആ കാര്യം ഓക്കെ. പക്ഷെ പണ്ടേ ഉണ്ടായിരുന്നു ഈ സ്വഭാവം. ഇത് ആരാണെന്ന് എനിക്കറിയണം. ഇത് ചേച്ചി, ഇത് എനിക്ക് അറിയാൻ പാടില്ലാത്ത കേസാണ്. ഞാൻ തെളിയിക്കുമല്ല. ഞാൻ നിനക്ക് എന്റെ ലിവർ വേണം, എന്ത് കാര്യത്തിൽ? എന്റെ കിഡ്നി വേണം. ഈ അടിച്ച് പഴുത്ത് ചീഞ്ഞിരിക്കണ തന്റെ കിഡ്നി കിട്ടിട്ട് എനിക്കത് പുഴുങ്ങി തിന്നാനാ? പിന്നെ ഞാൻ എന്റെ ഹൃദയം ഞാൻ ഏത് ദീപക്കും ആശക്കും കൊടുക്കാനാ? ഇതിന് മറുപടി പറഞ്ഞിട്ട് പോയാൽ മതി. ഇത് ഞാൻ ചേച്ചിയുടെ കൂടെ തന്നെ ഇങ്ങനെ പെണ്ണുങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നത്തെ കാലത്തെ എന്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടത് എന്റെ ആവശ്യം. ഞാൻ തെളിയിച്ചിരിക്കും. ഞാൻ തെളിയിക്ക് കേട്ടാ, തെളിയിക്ക്. എന്നിട്ട് ഞാൻ ഇനി വരുള്ളൂ. ഞാൻ മരിച്ചായിട്ട് കണക്കാക്കിക്കണം. വായിക്ക. എന്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടത് എന്റെ ആവശ്യമാണ്, നിന്റെ ആവശ്യമല്ല. ശരിയാക്കി തരാം ചേച്ചി. എന്ത്? ആരാ നിന്റെ ചേച്ചി? ചേച്ചി പെങ്ങളെ പോലെ അല്ല. എന്ത് പെങ്ങളെ പോലെ?
ചേട്ടനും ചേച്ചിക്കും എന്റെ ഹൃദയം നിറഞ്ഞ ദീപാവലി ആശംസകൾ. എടാ എന്റെ അനിയൻ ഞാനുമായിട്ട് മിണ്ടാറ്, ഞങ്ങൾ തമ്മിൽ കമ്പനിയാണ്, ഇവളുമായിട്ട് ചേരാറില്ല. എനിക്ക് ഇങ്ങനെ ഒരു കത്ത് എന്ന് പറഞ്ഞാൽ ഇവൾക്കൊട്ടും ഇഷ്ടപ്പെടേയില്ല. അതാണ് കീറിക്കളഞ്ഞ. അതുകൊണ്ടാണ് ഞാൻ വായിച്ചിട്ട് ഉടനെ കീറിക്കളഞ്ഞത്. ഇതൊന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ ഇവള് സമ്മതിക്കണ്ടേ? ആ കത്ത് കീറിക്കളഞ്ഞ് അവിടെ മുതൽ തുടങ്ങിയ ആ വിട്ടുകളാ. ആദ്യമേ പറഞ്ഞിരുന്നെങ്കിലാ എന്നെ കണ്ടപ്പോ ഇത് കീറിപ്പറിച്ചറിഞ്ഞത് കൊണ്ടല്ലേ എനിക്ക് ഇത്രയും അങ്ങനെയാണ് സംഭവങ്ങൾ. നിങ്ങൾ അങ്ങാടും ഇങ്ങോട്ടും പരസ്പരം ഒന്ന് അറിഞ്ഞ് സംസാരിക്കും, അല്ലെ അറിയുമ്പോ പെരുമാറും, അറിഞ്ഞു പെരുമാറാൻ. കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ ഫോൺ വിളിച്ച് ഇവളെടുത്തില്ലല്ലോ. അതെന്തെടുക്കാൻ ഞാൻ എടാ ഞാൻ അന്നേരം അടുക്കളയില്ല, കേട്ടില്ല. തന്നെ അല്ല ഇന്നലെ ഞാൻ വിളിച്ചിട്ട് ഇയാളും എടുത്തില്ലല്ലോ. തുടങ്ങി ഇല്ലേ? നിങ്ങൾ അങ്ങാടി ഇങ്ങാടി കുറ്റപ്പെടുത്താണ്ട് ഒരുമിച്ച് പോന്ന്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അമ്മക്ക് സുഖമില്ലെന്നും പറഞ്ഞൊരു ഫോൺ കോൾ വന്നിട്ടുണ്ടായി. അങ്ങോട്ട് പോണം, നീ പെട്ടെന്നൊന്ന് ഡ്രസ്സ് മാറിയിട്ട് വാ. ഞാൻ എന്തിനാ ഡ്രസ്സ് മാറണത്? എന്റെ അമ്മക്ക് സുഖമില്ലാതെ അപ്പൊ നിങ്ങൾ വന്നില്ലല്ലോ. ഞാൻ ഒറ്റക്കല്ലേ പോയത്, നിങ്ങൾ ഒറ്റക്ക് തന്നെ പോയച്ചോ. തുടങ്ങിയല്ല വെറുതെ ഞായറാഴ്ച മറ്റേ വെഡിങ് ആനിവേഴ്സറിയാണ്. എന്ത് കാര്യം പറഞ്ഞിട്ട് എനിക്കൊരു സാധനം മേടിച്ചു തരത്തില്ല. എന്തോരം ഞാൻ പറഞ്ഞെന്നറിയാമോ? എന്തെങ്കിലും ഗിഫ്റ്റ് തരാൻ. പുറത്തു പോയി എന്തെങ്കിലും കഴിക്കുന്നത്? എന്ത് ഗിഫ്റ്റ് തരാൻ? എന്താണ് നിന്റെ കല്യാണ വിവാഹ വാർഷികത്തിന് ഞാൻ നിനക്ക് ഗിഫ്റ്റ് തരാ? ആ പിന്നെ തരണ്ടേ? അങ്ങാടി ഇങ്ങാടും കൊടുക്കണം. എന്റെ വിവാഹ വാർഷികമല്ലേ? എന്റെ വിവാഹ വാർഷികത്തിന് ഞാൻ ഇവക്ക് മാത്രം കൊടുക്കണ അവ എനിക്കും തരണ്ടേ? അങ്ങാടും കൊടുക്കണം. എടാ സാധാരണ കെട്ടിയന്മാര് ഭാര്യമാർക്കാണ് കൊടുക്കാറുള്ളത്. ഭാര്യമാര് അങ്ങനെ ഗിഫ്റ്റ് ഒരു ചേഞ്ച് ആവട്ടെ, ഭർത്താക്കന്മാർക്ക് കൊടുക്ക്. എന്നാ ഒരു ഗിഫ്റ്റ് ആയിട്ട് ഒരു സിനിമക്ക് കൊണ്ടുപോകും. എന്നാ പണിക്ക് കൊണ്ടുപോകുന്നു ഞാൻ പറഞ്ഞു. പണി സിനിമ കണ്ട സിനിമ കാണാൻ ഞാനില്ല, വേണമെങ്കിൽ ബോംബെയിലൊക്കെ പോവാ. അത് ഞാനും കണ്ടത്, ഞാനും ഇല്ല. ഇതാണ് പറഞ്ഞു. ഇവിടെ എന്തെങ്കിലും എന്റെ ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ അതുമേ കയറി പിടിക്കും. അത് കണ്ടു കഴിഞ്ഞാൽ ഒരു തരം അഭ്യാസം, ഒരു തരം ഇങ്ങനെ പെരുമാറ്റമല്ലേ. വെഡിങ് ആനിവേഴ്സറിയാണ് വരാൻ പോണത്. പുറത്തൊന്നും ഭക്ഷണം കഴിക്കും, രണ്ടുപേരും കൂടെ പോയി പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കും. പുറത്തൊന്നും എന്തിനാ ഭക്ഷണം കഴിക്കണത്? വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ എന്താ കുഴപ്പം? പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കണമെന്ന് ഞാൻ പറഞ്ഞതിനാണ് ഈ കിടന്നുകൊണ്ടുള്ള കുന്തളിപ്പ് കാണിക്കണത്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കണം എന്തിനാണ്? പുറത്തുനിന്ന് സാധനങ്ങൾ മേടിച്ചിട്ട് വീട്ടിൽ പാചകം ചെയ്തിട്ട് ഇവിടെ കഴിച്ചുകൂടെ? ഡെയിലി ഞാൻ വീട്ടിലല്ലേ പാചകം ചെയ്യണം, എനിക്ക് മടുക്കൂലേ. ഒരു ദിവസം എനിക്ക് ഒരു റെസ്റ്റ് വേണ്ടേ? രണ്ടുപേരോട് ഞാനൊരു കാര്യം പറയാം. ഇയാളോടൊന്നും പറഞ്ഞൊരു കാര്യമില്ല. നിങ്ങൾ ഇരുന്നിടത്ത് തന്നെ പോയിരുന്നേ. ഒരു കുടുംബജീവിതം എന്ന് പറയുമ്പോഴേ രണ്ടുപേരും ഒരു വിട്ടുവീഴ്ച ചെയ്യണം. ഒരാൾ പറയണത് മറ്റൊരാൾ അംഗീകരിക്കണം. അല്ലാണ്ട് രണ്ടുപേരും പിടിച്ച മുയലിന് രണ്ട് ഒയ്പെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമില്ല. എടാ ഒന്നാമത്തെ കാര്യം ഇവക്ക് എപ്പോഴും തർക്കങ്ങളാണ്. ഇവിടെ ഞാനിപ്പോ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ എവിടെ പോയി, എന്തിനു പോയി, ഏതിന് പോയി, പിന്നെ ചോദിക്കുമ്പോ മറുപടി പറയണം. എന്റെ പോക്കറ്റിൽ നിന്ന് 2 ടിക്കറ്റ് കിട്ടി, അപ്പം ഒരു ബുക്ക് സംശയങ്ങളാണ്. എന്റെ പൊന്നെ, അങ്ങനെ അതാ പറഞ്ഞത്. നിങ്ങളൊന്നേ റിലാക്സ് ചെയ്തോ, എല്ലാവരും കൂടെ രണ്ടുപേരും കൂടെ പുറത്തു പോകും. എന്നിട്ടൊന്ന് ലുലുമാളി പോ, ആ എസ്കലേറ്റർ കയറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കയറി ഇറങ്ങി നടക്ക്. പിന്നെ കടപ്പുറത്ത് പോയിട്ട് 2-3 കപ്പലിനെയൊക്കെ മേടിച്ചത് തിന്നെ, ആ ബീച്ചിൽ പോയി കൊടയുടെ കീഴിലൊക്കെ ഇരിക്കേ. എന്നാലും ഒരു സമാധാനമുള്ള സന്തോഷം കിട്ടും. നിങ്ങൾ ഈ ഇതിന്റെ അകത്തിരുന്ന് ഇങ്ങനെ രണ്ടുപേരും കൂടി കിരിയുമ്പോൾ അമ്മ പോലെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. ഒരു കാര്യം ഞാൻ പറയാം, ഇനി രണ്ടുപേരും ഇനി ഒരു പ്രശ്നം വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വരില്ല കേട്ടാ. നിങ്ങൾ എന്താന്ന് വെച്ചാൽ തീരുമാനിക്കും. അല്ല പിന്നെ പോയാലോ? വണ്ടിയെ പോയാലാണ് പോയി വന്നതിന് ശേഷം ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ പോകാൻ മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനായിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കൂല. കറക്കാനുള്ളത് മുഴുവൻ ഞാൻ കറക്കും. നീ കറക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ നീ എന്നെ ഇതിനകത്തിട്ട് കറക്കലാണ് നിന്റെ പണി. അത് പിന്നെ ഇങ്ങനെ കള്ളത്തരം കാണിക്കണുണ്ടല്ലേ? എന്ത് കള്ളത്തരം? ഞാൻ പറഞ്ഞില്ല ദീപാവലിക്ക് ഒരു ആശംസ വിട്ടിട്ട് അതിനകത്ത് ദീപം ഏതാണ്, ആശ ഏതാണ്, ഹൃദയം ഏതാണ്? അതെ, സന്തോഷാണെന്ന് എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നു. സന്തോഷാണെങ്കിൽ നീ അത് സമ്മതിക്കുമായിരുന്ന? അത് ഞാൻ സമ്മതിക്കുമായിരുന്നു. നിങ്ങൾ പറഞ്ഞില്ലല്ലോ. ഇപ്പൊ എന്തായാലും നീ പോ, റെഡി ആയിട്ട് പോ. താങ്ക് യു. ഞാൻ വന്നില്ല എന്റെ കൂടെ. ഏതായാലും കുറ്റം. പുറത്തുനിന്ന് ഫുഡ് കഴിക്കണമെന്ന് നീ പറഞ്ഞത് കൊണ്ടാണ് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി നിന്നെ കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയത്. എത്ര ഹോട്ടലിൽ നിർത്തിയടി? 3-4 ഹോട്ടലിൽ നിർത്തി. അവിടുത്തെ ഫുഡൊന്നും നിനക്ക് പറ്റുന്നില്ല, ഒരു കുഴിമന്തിയും നിനക്ക് പറ്റുന്നില്ല. എന്തെങ്കിലും ഒന്ന് വായിക്ക് രുചിയായിട്ട് കഴിക്കാന്ന് ഓർത്തിട്ടാണ് ഏതെങ്കിലും ഒരു നല്ല ഹോട്ടലിൽ കയറാൻ. അതിനാണ് വീട്ടിൽ ഇരുന്ന് കഴിക്കാന്ന് പറഞ്ഞത്. അയ്യോ, വീട്ടിൽ ഇരുന്ന് ഞാൻ പറഞ്ഞു. എന്താ മകളെ പ്രശ്നം? ഇതേതാടി പുതിയാളിയൻ? ഇതേതാണ് ഊളാണ് താൻ. ആദ്യം തന്റെ കുടുംബത്തെ പ്രശ്നം പോയി തിരക്കണോ? ഇതിനൊക്കെ അങ്ങനെ സഹിക്കണോ? ഞാൻ പോന്നോ?
വെറുതെ വന്നപ്പോ അവര് വെക്കിട്ട് കയറി പോവുകയാണല്ലോ. നാട്ടുകാർക്ക് വരെ മനസ്സിലായി നിന്റെ സ്വഭാവം. എന്നിട്ട് വരും അതിപ്പോ പറഞ്ഞിട്ടില്ലേ ഇതിനെങ്ങനെ സഹിക്കണം? കണ്ടവരങ്ങനെ പലതും പറയാ. തനിക്കും തോന്നി കയറാൻ പറ്റുമോ? കയറി. ഹെൽമെറ്റ് വേണ്ടേ? ഹെൽമെറ്റ് വേണ്ടേന്ന് ഉണ്ടല്ലോ സാറേ. ഇവിടെ രണ്ടുപേർക്കും ഹെൽമെറ്റ് വേണമെന്നുള്ള നിയമം അറിയാൻ പാടില്ലേ? അല്ല സാറേ, ഇതാരാണിത്? വൈഫാണ് സാറേ. അപ്പോൾ എന്താ വൈഫിന് ഹെൽമെറ്റ് വേണ്ടേ? അല്ല, ഞാൻ പറയും റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും ഹെൽമെറ്റ് ധരിച്ചിട്ട് വേണം പോകാനെന്നൊക്കെ ഞാൻ ഇവളോട് പറയും. എന്നിട്ട് എന്താ പറ്റിയത്? പക്ഷെ ഇവള് ചില സമയങ്ങളിൽ ഞാൻ പറഞ്ഞ അനുസരിക്കില്ല സാറേ. അതെന്താ അനുസരിക്കാതെന്താ? ഞാൻ പറയണത് ഇയാളും അനുസരിക്കാറില്ല സാറേ. നീ പറഞ്ഞിട്ട് ഞാൻ എന്താടി അനുസരിക്കാത്തത്? എന്താ അനുസരിക്കാത്തതെന്നാ? വെള്ളം അടിച്ചിട്ട് വണ്ടി ഓടിക്കല്ലേ എന്ന് ഒരു 100 വട്ടം ഞാൻ പറഞ്ഞാണ്. എന്നിട്ട് താൻ കേട്ടോ? ഓഹോ, അത് ശരി. എന്നാൽ രണ്ടുപേരെ അനുസരിപ്പിക്കാൻ പറ്റുന്നത് ഞാനും നോക്കട്ടെ. ഈ താക്കോലേ എൻ്റെ ഇരിക്കട്ടെ കേട്ടാ. അയ്യോ സാറേ, സ്റ്റേഷനിലേക്ക് വന്നാൽ മതി.